ഡോക്ടർ പത്മകുമാർ കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു ആശങ്കയായിരിക്കുകയാണ് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് ഇപ്പോൾ മരണവും റിപ്പോർട്ട് ചെയ്യുന്നതും കൂടുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു രോഗത്തെ കാണേണ്ടത്? ജാഗ്രതയോടെ തന്നെ നോക്കിക്കണ്ടാൽ പലതരത്തിൽ ഈ ഒരു അസുഖത്തെ മറികടക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100% ഇതിന്റെ ഒരു മരണ സാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ഈ പേവിഷബാധ പോലെയുള്ള അപൂർവ രോഗങ്ങൾക്കാണ് ഈ ഒരു 100% മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പ്രത്യേകിച്ചും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിഗ്ലേരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണെങ്കിൽ അതിന്റെ മരണസാധ്യത 100%. അമീബ എന്ന് പറയുന്നത് ഒരു ഏകകോശ പരാതമാണ്. അത് പലതരത്തിലുള്ളതുണ്ട്. ഇപ്പോ അഖാൻഡ അമീബ എന്ന് പറയുന്നുണ്ട്, ബലാനൂസിയ എന്ന് പറയുന്നുണ്ട്. അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ നിഗ്ലേരിയ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ വളരെ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ അപൂർവമാണെന്നുള്ളത് വളരെ ആശ്വാസകരമാണെങ്കിൽ പോലും ഇതിന്റെ മരണനിരക്ക് ഏകദേശം 100%ആണെന്നുള്ളതാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. ഇത് ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയില്ലെങ്കിൽ പോലും ഈ ജലാശയങ്ങളിൽ, പ്രത്യേകിച്ചും ചൂടുള്ള വെള്ളം നിറഞ്ഞിരിക്കുന്ന ജലാശയങ്ങളിൽ, ഏകദേശം 46°C ഒക്കെയാണ് പറയുന്നത്. ഈ ചൂടുള്ള ജലാശയങ്ങളിൽ ഒരുപോലെ ജലാശയവുമായി ബന്ധപ്പെട്ട് കുളിക്കുന്നവർക്കും എല്ലാം തന്നെ ഈ രോഗസാധ്യത കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം സാധാരണയായിട്ട് പലരും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് കുട്ടികളിൽ മാത്രം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു രോഗപകർച്ച എന്ന് പറയുന്നത് ഈ നമ്മുടെ വെള്ളത്തിലൂടെ മൂക്കിലേക്ക് പ്രവേശിക്കുന്ന ഈ അമീബ മൂക്കിന്റെ മുകൾ ഭാഗത്തുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള സ്ലേഷ്മ സ്ഥലമുണ്ട്, മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയും. അത് തുളച്ചാണ് നേരെ മസ്തിഷ്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ശാരീരിക ഘടന അനുസരിച്ച് ഈ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്ത് കാണത്തില്ല. അതുകൊണ്ടാണ് ഈ വളരെ മൃദുവായിട്ടുള്ള ഈ ഭാഗത്തിലൂടെ കുട്ടികളിൽ കൂടുതലായിട്ട് ഈ ഒരു അമീബ തുളച്ചു കയറുന്നതും മസ്തിഷ്കത്തെ ബാധിക്കുന്നതും എല്ലാം തന്നെ. എന്തുകൊണ്ടാണ് ഈ രോഗം ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ താപനിലയിലുള്ള വ്യത്യാസം. ചൂടുള്ള വെള്ളത്തിൽ മാത്രമാണ്, ഈ ചൂടുള്ള ജലാശയങ്ങളിലാണ്, വെള്ളമുള്ള ജലാശയങ്ങളിലാണ് ഈ അമീബ ഉള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പുതിയ രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും മരുന്നുകൾ ലഭ്യമാണെങ്കിലും അതത്ര ഫലപ്രദമല്ല. ക്യാൻസറിനും മറ്റും ഉപയോഗിക്കുന്ന ചില പുതിയ മരുന്നുകൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വരുത്തിച്ച് ഇത് കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ മരുന്നുകളൊന്നും അത്ര ഫലപ്രാപ്തി ഉണ്ടെന്ന് പറയാറായിട്ടില്ല. അപ്പോൾ ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്ന കാര്യത്തിനായിരിക്കണം നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ജലാശയത്തിൽ കുളിക്കുകയും മറ്റും ചെയ്യുന്നവർ ആവശ്യമായിട്ടുള്ള ശുചിത്വവും സുരക്ഷയും മറ്റും നടപടികൾ സ്വീകരിക്കുക. വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബാക്ടീരിയ, അമീബയുടെ ഒരു വളർച്ചയെ തടയാൻ സഹായിക്കും. ഒപ്പം തന്നെ ഉപ്പുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലൊന്നും ഈ ഒരു അമീബ വളരാറില്ല. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നിത്യ ഉപയോഗത്തിനുള്ള വെള്ളം തിളപ്പിച്ചാറി മാത്രം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ജലാശയങ്ങൾ, മലിനമായിട്ടുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ പത്മകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജാഗ്രതയിലാണ്. തിക്കോടി സ്വദേശിയായ 14 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ ഇന്നലെ കോഴിക്കോട് സ്വദേശി മരിച്ചതോടെ സംസ്ഥാനത്തെ ഈ വർഷത്തെ മരണം 3ആയി. മലബാറിലാണ് 3 മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്നതും മലിനമായതുമായ വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെ തലച്ചോറിലെത്തുന്ന അമീബയാണ് രോഗകാരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.